വെൽക്കം ടു ലിയ. ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ അക്കാഡമി, ചാലക്കുടി. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പലതരത്തിലുള്ള സ്പാ ട്രീറ്റ്മെന്റുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ സാധാരണയായിട്ട് കസ്റ്റമേഴ്സ് പാർലറിലേക്ക് വന്നിട്ട് ഒരു സ്പാ ചെയ്യണം എന്നും പറഞ്ഞാണ് വരാറ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിന്റെയും സ്കിന്നിന്റെയും ആനുപാതികമായിട്ടുള്ള സ്പാകൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. കാരണം നിങ്ങൾ വരുമ്പോൾ ബ്രോഷർ എടുത്ത് നോക്കിയിട്ട് ബ്രോഷറിന്റെ ചുറ്റും നിങ്ങൾ കാണുന്ന ഇങ്ങനെ ഒരു സൈഡിലോട്ട് നോക്കി നിങ്ങൾ ഏറ്റവും വില കുറഞ്ഞ രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് പരിചയമുള്ളതോ കണ്ടറിഞ്ഞ് ഇതുവരെ ചെയ്ത് എന്തെങ്കിലും പരിചയമുള്ളതോ ആയിട്ടുള്ള ഒരു സ്പാ തിരഞ്ഞെടുക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. എന്നാൽ അങ്ങനല്ല ചെയ്യേണ്ടത്. സ്പായുടെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാ എന്ന് പറയുന്നത് തന്നെ ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ആ ട്രീറ്റ്മെന്റ് അത് നമ്മളുടെ ഹെയർ എന്താണോ എന്ന് അറിഞ്ഞതിന് ശേഷം അതിനനുസരിച്ചിട്ടുള്ള സ്പാ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അതായത് പ്രത്യേകിച്ച് ഓയിൽ ഹെയർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുവേണ്ടി മാത്രം പ്രത്യേക സ്പാകളുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര നേർത്ത മുടി, വരണ്ട മുടി, ഡ്രൈ സ്കാൽപ്പ്, മുടി പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിറ്റോക്സിഫയിങ് സ്പായോ റിപ്പയറിംഗ് സ്പാ അങ്ങനെ പലതരത്തിലുള്ള സ്പാകൾ അവർക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഹെയർ എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്പാ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഹെയറുകാരാണെങ്കിൽ പക്ക ആയുർവേദിക് നമ്മുടെ സ്പാ ട്രീറ്റ്മെന്റുകളും അതുപോലെ സെൻസിറ്റീവ് ഹെയറുകാർക്കുള്ള സ്പാ ട്രീറ്റ്മെന്റുകളും ഒക്കെ പാർലറിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ പലരും ചോദിക്കുന്നുണ്ട്, ഈ സ്പാ ആണോ അതല്ലെങ്കിൽ ഓയിൽ ട്രീറ്റ്മെന്റ് ആണോ അല്ലെങ്കിൽ നമ്മുടെ പ്രോട്ടീൻ മാസ്കുകളുണ്ട്, ഇതിൽ ഏതാണ് നല്ലതെന്നുള്ളത്. അപ്പൊ മെയിനായിട്ട് പറയുകയാണെങ്കിൽ വരണ്ട ഹെയറോ അല്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പോ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ ട്രീറ്റ്മെന്റും വളരെ നല്ലതാണ്. അങ്ങനെയുള്ളവർക്ക് ഓയിൽ ട്രീറ്റ്മെന്റ് എടുത്തേച്ച് നമുക്കൊരു പ്രോട്ടീൻ മാസ്ക് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ ഓയിൽ ഹെയറുകാരാണെന്നുണ്ടെങ്കിൽ ഓയിൽ ട്രീറ്റ്മെന്റ് പ്രത്യേകിച്ച് എടുക്കേണ്ടതില്ല. ഡാൻഡ്രഫോ അല്ലെങ്കിൽ മറ്റുള്ള ഹെയർ പ്രോബ്ലംസോ ഒക്കെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ സ്പാ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ എന്തെങ്കിലുമൊക്കെ കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ടുള്ള ഹെയർ ആണെങ്കിൽ സ്ട്രെയിറ്റനിങ്ങോ സ്മൂത്തനിങ്ങോ പോലെയുള്ള അല്ലെങ്കിൽ റീബോണ്ടിങ്ങോ ഒക്കെ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓയിൽ ട്രീറ്റ്മെന്റ് അല്ലാതെ നമുക്ക് സ്പാ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ മാസ്കിന്റെ ട്രീറ്റ്മെന്റോ ആണ് ഉചിതമായിട്ടുള്ളത്. ഇനി ഈ സ്പാ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾക്കറിയാം, സെബേഷ്യസ് ഗ്ലാൻഡിന്റെ പ്രൊഡക്ഷൻ അതിന്റെ ഒരു കൂടുതലായിട്ടുള്ള അവസ്ഥ കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഡാൻഡ്രഫ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ സെബോളിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള സ്കാൽപ്പിൽ ഉണ്ടാകുന്ന പല ഇൻഫെക്ഷൻസിന്റെയും കാരണം നമ്മളുടെ സെബേഷ്യസ് ഗ്ലാൻഡിന്റെ ഓവർ പ്രൊഡക്ഷൻ കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഈ പ്രൊഡക്ഷനെ ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടും മിനിമൈസ് ചെയ്യാനായിട്ടും സ്കാൽപ്പ് നല്ല രീതിയിൽ വൃത്തിയാക്കാനായിട്ടും ഈ സ്പാ കൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുടി ആണേലും സ്കാൽപ്പ് ആണേലും ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താനായിട്ടും ഈ സ്പാ കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് വരണ്ട സ്കാൽപ്പും ഹെയറും ഉള്ളവർക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനായിട്ടും, അത് നിങ്ങൾക്കറിയാം ഭയങ്കര തിന്നിങ് ആയി പോകുന്ന അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ വട്ടത്തിലൊക്കെ മുടി കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയുള്ളവർക്കും ഇത് വളരെ നല്ലതാണ്. അത് നമ്മുടെ മുടിയുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാരണമാകുന്നു. അതുപോലെ തന്നെ ഹെയർ റൂട്ട് നല്ല ക്ലിയർ ആക്കി വെക്കാനായിട്ടും നമ്മളുടെ ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടും നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടാനായിട്ടും ഒക്കെ ഈ സ്പായുടെ ട്രീറ്റ്മെന്റുകൾക്ക് കൊണ്ട് നമുക്ക് പ്രയോജനം ലഭ്യമാകുന്നതാണ്. അതുപോലെ ഇതൊരു നല്ല സ്ട്രെസ് റിലീഫിംഗ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാം. വളരെ നല്ല ഒരു റിലാക്സിങ് ട്രീറ്റ്മെന്റ് ആണിത്. അതിൽ കൂടി നമുക്ക് മെന്റലി ഭയങ്കര ഒരു റിലീഫ് കിട്ടുന്നതാണ്. മെന്റലിയും ഫിസിക്കലിയും നല്ലൊരു റിലീഫ് കിട്ടുന്ന നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഈ സ്പാ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് നല്ല രീതിയിൽ ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനായിട്ടും ഇതിൽ പരം മറ്റൊരു ട്രീറ്റ്മെന്റ് ഇല്ല. വളരെ ക്രോണിക് ആയിട്ടുള്ള ഒരു അവസ്ഥ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാൻഡ്രഫിനുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെന്റുകൾ തിരഞ്ഞെടുക്കാം. അല്ലാത്ത പക്ഷം ഒരു മിനിമം എമൗണ്ടിലുള്ള ഡാൻഡ്രഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡാൻഡ്രഫിന്റെ സ്പാ എടുക്കുന്നതോടുകൂടി കണ്ടിന്യൂസ് എടുക്കുന്നതോടുകൂടി നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡ്രൈനെസ്സും ഡാമേജ്ഡ് ഹെയർ, നിങ്ങൾക്കറിയാം ഭയങ്കരമായിട്ട് പൊട്ടിപ്പോകുന്ന ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ. പിന്നെ വേറൊരു കേസുള്ളതെന്ന് വെച്ചാൽ സ്മൂത്തനിങ്ങോ സ്ട്രൈറ്റനിങ്ങോ ഒക്കെ ചെയ്തേച്ചും ഹെയർ ഏതെങ്കിലും തരത്തിൽ ഡാമേജ് ആയി പോയി അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അതിന്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടു, തിളക്കമൊക്കെ നഷ്ടപ്പെട്ട ഹെയർസിനും നമുക്ക് സ്പാ കൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നതാണ്. തിരിച്ച് ആ ഗ്ലോ തിരിച്ചെത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്.
അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വീക്ക് ആയിട്ടുള്ള, ഡാമേജ്ഡ് ആയിട്ടുള്ള, റിപ്പയറിംഗ് ആയിട്ടുള്ള ഹെയർസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്പാ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂസ് എടുക്കുന്നത് വഴി നല്ല രീതിയിൽ നമുക്കത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞേച്ചുണ്ടാവുന്ന ഹെയർ ലോസ്, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടായിരിക്കുന്നത്, അതുപോലെ വൈറ്റമിൻ ഡിന്റെ പ്രോബ്ലം കൊണ്ടുണ്ടായിരിക്കുന്ന ഉള്ള കേസുകളൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ആ ട്രീറ്റ്മെന്റ് എടുക്കുന്നതോടൊപ്പം ഈ സ്പായും കൂടി കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് നമുക്ക് പുതിയ മുടി കിളിർക്കാനായിട്ടും നല്ല മുടി വരാനായിട്ടും നല്ല തിളക്കവും കളറുമുള്ള നല്ല കറുപ്പ് നിറത്തിലുള്ള നല്ല മുടി വരാനായിട്ടും ഒക്കെ ഇത് പ്രയോജനം ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് പുതിയൊരു വിഷയവുമായിട്ട് കണ്ടുമുട്ടുന്നത് വരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു.